പാലക്കാട് റെയിൽവേ ട്രാക്കിൽ മണ്ണിടിച്ചിലുണ്ടായി. ഷൊർണൂരിൽ നിന്നും തൃശ്ശൂരിലേക്കുള്ള റെയിൽവേ ട്രാക്കിൽ അകമല റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപമാണ് ഇപ്പോൾ മണ്ണിടിച്ചിരിക്കുന്നത്. ചില ട്രെയിനുകൾ അതുമൂലം വൈകി ഓടുന്നു. യാത്രക്കാരൊക്കെ ശ്രദ്ധിക്കണം. ശ്രീജിത്ത് ശ്രീകുമാരൻ പാലക്കാട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ട്രെയിൻ ഗതാഗതത്തെ ഇത് ബാധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ട്രെയിനുകൾ ക്യാൻസൽ ചെയ്തതായി നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ടോ? എസ് കെ, ഇന്ന് വൈകുന്നേരം 6 മണിയോടുകൂടി ഇത് തൃശ്ശൂർ മുള്ളൂർക്കരയ്ക്കും വള്ളത്തോൾ നഗറിനും ഇടയിൽ ഇത്തരത്തിൽ സംഭവിച്ചു, മണ്ണിടിഞ്ഞു എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. ഇവിടെ നിരവധി ആളുകൾ വന്ന് നിൽക്കുന്നുണ്ട്. വന്ദേ ഭാരത് അടക്കം ലേറ്റാണ് എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഒരു ട്രെയിൻ ഇപ്പോൾ പ്ലാറ്റ്ഫോമിൽ പിടിച്ചിട്ടിട്ടുണ്ട്. മറ്റു ട്രെയിനുകൾ പലയിടങ്ങളിലായി പിടിച്ചിട്ടിരിക്കുകയാണ്. ആളുകളൊക്കെ വലിയ ആശങ്ക. എവിടേക്ക് പോകാനുള്ള ചേട്ടാ? ബാംഗ്ലൂരിലേക്കാണ്. എന്താ പറയുന്നത്? ട്രെയിൻ ഇതുവരെ എവിടെയാണ് എത്തിയത് പോലും പറയണില്ല. ഇവിടുന്ന് വരുന്ന വണ്ടിയാണ് അത് കണ്ണൂരിൽ നിന്ന് യശ്വന്ത്പൂർ എക്സ്പ്രസ് ആണ്. യശ്വന്ത്പൂരിൽ നിന്ന് ബാംഗ്ലൂർ പോകുന്നതാണ്. പക്ഷെ ഇതുവരെ എവിടെയാണ്, എന്താണ് സമയത്തിന് ഒന്നും പറയാൻ ഇതുവരെ ആയിട്ടില്ല എന്നുള്ളത്. എവിടേക്ക് പോകാനാണ്? ഞാൻ എറണാകുളത്തേക്കാണ്. ചോദിച്ചോ? അവർ കുറച്ച് കഴിയുമെന്നാ പറഞ്ഞത്. എവിടേക്കാ ചേട്ടാ പോകുന്നത്? കണ്ണൂരേക്കാ ചോദിച്ചു. അവർ ടൈം പറയാൻ പറ്റില്ല എന്നാണ്. മണ്ണിടിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ എത്രത്തോളം ട്രെയിനുകൾ പിടിച്ചിട്ടുണ്ടെന്നാണ് നിങ്ങൾ കരുതുന്നത്? കുറേ ട്രെയിനുകൾ ഇത്തരത്തിൽ ബ്ലോക്കാണെന്ന് പറയണത്. ഒന്നും കറക്റ്റായിട്ട് പറയണില്ല അവർ. അവർക്കും അത് കൃത്യമായി മനസ്സിലാക്കുന്നില്ല. കാരണം ഇവിടെ നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നമുക്കത് പറയാൻ കഴിയില്ല, എത്രയും പെട്ടെന്ന് പരിഹരിക്കുമെന്നാണ് പറയുന്നത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലുള്ളത്. ഈ ട്രെയിനുകളൊക്കെ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട ഒരു സാഹചര്യമാണ് നമ്മുടെ നിലവിൽ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ കാണുന്നത്. ആളുകൾക്ക് ഒരു കൃത്യമായ വിവരം നൽകാൻ റെയിൽവേക്ക് ഇപ്പോൾ കഴിയുന്നില്ല. കാരണം അതിപ്പോൾ ഒരു ഘട്ടത്തിൽ പോലും അത് മണ്ണ് നീക്കം ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ചേട്ടൻ എവിടേക്ക് പോകുന്ന? ബാംഗ്ലൂർ. എന്താ പറയുന്നത്? ഇത് പറയുന്നത് വടക്കഞ്ചേരിയിൽ മണ്ണിടിച്ചിട്ടുണ്ട്, ലേറ്റ് ആവും എന്നാണ് പറയുന്നത് ട്രെയിൻ. അപ്പോൾ ഇനി എന്താണ് ഒരു ട്രെയിൻ അവിടെ നിന്ന് പോകുന്നുണ്ട്, വടക്കഞ്ചേരിയിലെത്തി. ഹാഫ് ആൻ അവർ ലേറ്റ് ആവുമായിരിക്കും. തീർച്ചയായും ഇനിയും ഹാഫ് ആൻ അവർ ലേറ്റ് ആയിരിക്കും എന്നൊരു പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവയ്ക്കുക. എവിടേക്ക് പോകാൻ? കണ്ണൂർ. വണ്ടി ഉണ്ടോ? വണ്ടി ബുക്ക് ചെയ്തിട്ട് എപ്പോഴാണ് എത്തുക? ഏത് വണ്ടിയായിരുന്നു? ഇവിടുന്ന് കണ്ണൂർ പോകുന്ന വണ്ടി പേരെന്ന് പറഞ്ഞത് പിടിച്ച് ബ്ലോക്കാണെന്ന്. ബ്ലോക്കാണ് ഇപ്പോൾ അവിടെ പറഞ്ഞത്. ടിക്കറ്റ് എടുക്കുന്ന ടിക്കറ്റ് ബുക്ക് ചെയ്തു ഉണ്ട്. ടിക്കറ്റ് ബുക്ക് ചെയ്ത നിരവധി ആളുകളുണ്ട്. അവരൊക്കെ ഇങ്ങനെ ഈ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പല ആളുകളും പല മേഖലയിൽ നിന്ന് ബുക്ക് ചെയ്ത ആളുകളാണോ? ടിക്കറ്റ് ബുക്ക് ചെയ്ത ആളുകളാണോ? ട്രെയിൻ കാത്തിരിക്കുകയാണോ? എത്ര നേരമായി ഇപ്പോൾ ലേറ്റ്? ഇപ്പോൾ ഒരു അരമണിക്കൂറായി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇതുവരെ വന്നിട്ടില്ല. എത്തേണ്ടതാണ് വണ്ടി. പിന്നെ 8:30 വരുന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. വിവരം കിട്ടിയിട്ടില്ല ഇതുവരെ. ഇല്ല നമ്മൾ ഒരുപാട് പ്രതീക്ഷ കൂടിയിട്ട് ഓടിപ്പിച്ച് വരുന്നതാണ്. ഓരോ ഉദ്ദേശമായിട്ട് പോകുന്നതല്ലേ, കണ്ണൂരൊക്കെ പോകേണ്ടത്. അപ്പോൾ ഇതുവരെ റിസൾട്ടും കിട്ടിയില്ല. മണ്ണിടിഞ്ഞിട്ടാണ് എന്നാണ് പറയുന്നത്. എന്തായാലും നിലവിൽ ഇതേപോലെ ട്രെയിനുകൾ ഇങ്ങനെ പിടിച്ചിടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എത്ര നേരമായി നിൽക്കാൻ തുടങ്ങിയിട്ട്? വന്നിട്ടുള്ളൂ. ഓക്കെ, ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ട്രെയിൻ പല മേഖലയിൽ നിന്നും പിടിച്ചിട്ടിരിക്കുന്നു. ട്രെയിൻ ഗതാഗതം ഏതാണ്ട് താറുമാറായിട്ടുണ്ട്. ആ മണ്ണിടിച്ചിൽ പരിഹരിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് ഈ ഒരു ഘട്ടത്തിൽ പങ്കുവെക്കുന്നത് ആളുകൾ. എന്തായാലും വന്ദേ ഭാരത് അടക്കമുള്ള എല്ലാ ട്രെയിനുകളും ഇപ്പോൾ ലേറ്റായിട്ടാണ് ഓടുന്നത്. പാലക്കാട് നിന്ന് വരുന്ന അമൃത എക്സ്പ്രസ് ഈ തൃശ്ശൂരിലേക്കുള്ള ട്രാക്കിലാണ് ഈ മണ്ണ് ഇടിഞ്ഞ് വീണിരിക്കുന്നത്. സ്വാഭാവികമായി അമൃത എക്സ്പ്രസ് അടക്കമുള്ള മുഴുവൻ ട്രെയിനുകളും ലേറ്റ് ആകാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. നിലവിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ 2 ട്രെയിനുകളോളം പിടിച്ചിട്ടിട്ടുണ്ട്. മറ്റ് ട്രെയിനുകൾ പലയിടങ്ങളിലായി പിടിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ തൃശ്ശൂർ മേഖലയിൽ തന്നെ പല ട്രെയിനുകളും ഓരോ സ്ഥലങ്ങളിൽ പിടിച്ചിട്ടുണ്ട് എന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. സ്കാൻ എന്തായാലും യാത്രക്കാർ ഏതാണ്ട് ബുദ്ധിമുട്ടായിട്ടുണ്ട്. കാരണം അവർ പല കാര്യങ്ങൾക്ക് വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്ത ആളുകളാണ്. അവർ ഏതാണ്ട് ബുദ്ധിമുട്ടിലാണ് ഈ ഒരു ഘട്ടത്തിൽ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഗ്രൗണ്ടിൽ നിന്ന് ആ റിപ്പോർട്ടാണ് നമുക്ക് ചെയ്യാനുള്ളത്. എസ്കെ ശ്രീജിത്ത് ശ്രീകുമാരാണ് വിവരങ്ങൾ നൽകിയത്. ശ്രീജിത്ത് നിൽക്കുന്ന സ്ഥലത്ത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനാണ്, അവിടെയാണ് ട്രെയിൻ പിടിച്ചിട്ടിരിക്കുന്നത്. അതുപോലെ വള്ളത്തോൾ നഗറിലും ട്രെയിൻ പിടിച്ച് ഇട്ടിട്ടുണ്ട്.